ടേസ്റ്റിയായ ഗോതമ്പ് പൊടി വെച്ചുകൊണ്ട് അടിപൊളി ഒരു ദോശ ഉണ്ടാക്കാൻ വന്ന് അതിനായിട്ട് ആവശ്യത്തിനായി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അടിപൊളി ഒരു ടേസ്റ്റിയായ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി കൊത്തി അരിഞ്ഞതും, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, കരിയാപ്പില എന്നിവ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത് ഇത് മിക്സാക്കി എടുക്കുക. തൈര് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മിക്സാക്കി എടുക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശകളൊക്കെ തയ്യാറാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ദോശക്കല്ലിലൊക്കെ. വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് പൊളിപ്പിച്ചെടുക്കുകയാണ് ദോശക്കല്ലൊക്കെ ഒന്ന്. തീ കുറച്ച് വെച്ച് വേണം പാചകം ചെയ്യാൻ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് 2 തവി കോരി ഒഴിച്ച് നന്നായി പരത്തിയെടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം വെന്ത് ഏകദേശം വരുന്നുണ്ട്, തിരിച്ചിടാറായിട്ടില്ല. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ടേസ്റ്റുള്ള ദോശയാണ്. പുളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ഉണ്ട്. പരുവത്തിന് എരിയും ഒക്കെ ഉണ്ട്. ഒരു ദോശയും കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു ദോശ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് മൂത്തൊക്കെ വരണ്ട്. തിരിച്ചിട്ട് കൊടുക്കുകയല്ല, സെർവിംഗ് പേരിലോട്ട് മാറ്റുകയാണ്. ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കുകയാണ്. തിരിച്ചിട്ട് കൊടുക്കുകയാണ് ദോശ. തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ദോശ നമുക്ക് ഇനി സെർവിംഗ് മാറ്റാം. ഉപയോഗിച്ച് കൊടുക്കാം. ദോശ റെഡി ആയിരുന്നു. തിരിച്ചിട്ട് എടുത്ത് സെർവിംഗ് പേരിലോട്ട് മാറ്റി എടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ദോശയാണ് സെർവിംഗ് പേരിലോട്ട് മാറ്റുകയാണ്. ദോശയും കൂടിയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പഞ്ഞി പോലത്തെ ദോശയും കൂടിയാണ്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിനൊക്കെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി രുചിയിലും അടിപൊളി ടേസ്റ്റിലും എളുപ്പത്തിൽ തയ്യാറാക്കാനുള്ള മെത്തേഡും കൂടിയാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.